പപ്പുമോനെ എന്ന് രാഹുൽ ഗാന്ധി വിളിക്കരുതെന്നാണ് ഒരു കോടതിയുടെ പരാമർശം. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ഇനി ആർക്കും പപ്പുമോനെ എന്ന് പരസ്യമായി വിളിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്ത് പേര് വിളിക്കും? ബീഹാറിൽ വന്ന് വങ്കത്തരമൊക്കെ കാട്ടിയ രാഹുൽ ഗാന്ധിക്ക് നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു പേരിട്ടിട്ടുണ്ട്, ബാബ. രാഹുൽ ബാബ പറ്റുന്ന പേരാണ്. കാരണം ബീഹാറിൽ വന്ന് വർഗീയ വികാരം ഇളക്കിവിടാനും ബീഹാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവത്തെ അപകീർത്തിപ്പെടുത്താനും അതിനെ നരേന്ദ്രമോദിക്കൊപ്പം ചേർത്ത് വെച്ച് കളിയാക്കലും ഒക്കെയാണ് രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യത്തിന്റെ വേദിയും ബീഹാറിലെ പ്രചരണ ഇടങ്ങളുമൊക്കെ ഉപയോഗിച്ചതെന്നാണ് ഏറ്റവും അപഹാസ്യമായിരിക്കുന്നത്. ആ രാഹുൽ ഗാന്ധിക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് അമിത്ഷാ നടത്തിയത്. ഒരമ്മ തന്റെ മകനെ പ്രധാനമന്ത്രിയാക്കാൻ കിണഞ്ഞു ശ്രമിക്കുകയാണ്. എന്നാൽ ഈ മകനോ രാഹുൽ ഗാന്ധി ചെയ്തെന്താണെന്നോ? ബീഹാറിൽ വന്ന് ഛഠ് പൂജ ആഘോഷങ്ങളെ നാടകമെന്ന് മുദ്രകുത്തി കളിയാക്കി. ഛഠി മാതാവിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും രാഹുൽ ഗാന്ധി ഒരുമിച്ച് കളിയാക്കി, അപമാനിച്ചു. ബീഹാറുകാർ ഒരിക്കലും ഇത് മറക്കാൻ പോകുന്നില്ലെന്നാണ് അമിത്ഷാ തനിക്ക് പറയാൻ പറ്റുന്ന പ്രചരണ വേദികളൊക്കെ പറഞ്ഞത്. ഈ ഗാന്ധി ബാബയുടെ ചെയ്തികൾ ഒരു തരത്തിലും പൊറുക്കാത്തതെന്നാണ് അമിത്ഷാ രൂക്ഷ ഭാഷയിൽ പ്രതികരിച്ചത്. ഛഠ് പൂജയുടെ പ്രാധാന്യവും അതുമായി ബന്ധപ്പെട്ട ബീഹാറുകാരുടെ ആഴത്തിലുള്ള വിശ്വാസവും രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണോ, അതോ ഒന്നും അറിയാത്ത അമ്മയുടെ ഒന്നും അറിയാത്ത മകനായി അഭിനയിക്കുകയാണോ? എന്തായാലും ആ അമ്മ കണ്ടുവച്ച ഭാവി പ്രധാനമന്ത്രി നല്ല ബെസ്റ്റ് പ്രധാനമന്ത്രി എന്നാണ് അമിത്ഷാ പറഞ്ഞത്. അമ്മയ്ക്ക് മനസ്സിലാകില്ല എന്താണ് ഛഠ് പൂജ എന്ന് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായിട്ടില്ല. കഴിഞ്ഞ ദിവസം ബീഹാറിൽ രാഹുൽ ബാബു എന്ന് പ്രധാനമന്ത്രി മോദി അപമാനിക്കാൻ ചില വാക്കുകൾ ഉപയോഗിച്ചു എന്ന് അമിത്ഷാ പറഞ്ഞത്. എന്നാൽ മോദി അപമാനിക്കുന്നതിലൂടെ അദ്ദേഹം ഛഠി മാതാവിനെ അപമാനിച്ചു. ഛഠ് പൂജ ആഘോഷിക്കുന്നവർ നാടകം കാണിക്കുകയാണെന്ന് രാഹുൽ ബാബു പറഞ്ഞു. സൂര്യഭഗവാന്റെ സഹോദരി എന്നറിയപ്പെടുന്ന ഛഠ് മാതാവിനെ 3 ദിവസമാണ് ബീഹാറുകാർ ആദരിക്കുന്നത്, ആഘോഷിക്കുന്നത്. ബീഹാറിലെ ഏറ്റവും വലിയ ഉത്സവമാണ് ഈ ഛഠ് പൂജ. ആ ഛഠ് പൂജയ്ക്കെതിരെയാണ് രാഹുൽ ഗാന്ധി ബീഹാറിൽ വന്ന് ഈ ഒരു നിർണായകമായ വേളയിൽ കളിയാക്കൽ നടത്തിയതെന്നാണ് ഏറ്റവും വേദന ഉളവാക്കുന്നതെന്ന് അമിത്ഷാ പറയുന്നു. മോദിജിക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ എത്ര തവണ മോശം വാക്കുകൾ പ്രയോഗിച്ചിട്ടുണ്ടെന്ന് ചരിത്രം പരിശോധിച്ച് നോക്കണമെന്നും അപ്പോഴെല്ലാം കോൺഗ്രസ് തുടച്ചു നീക്കപ്പെട്ടിട്ടുണ്ട് എന്നത് ചരിത്രത്തിന്റെ മറ്റൊരു ഭാഗമാണെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. മോദിയുടെ അമ്മയെ അപമാനിച്ചു. നവംബർ 14 ബീഹാറിൽ വോട്ടെണ്ണുമ്പോൾ ഇന്ത്യ സഖ്യം കൊള്ളക്കാട് സഖ്യമായി മാറുമെന്നതിന് ഒരു സംശയം ഉണ്ടാകില്ല. വേറൊരു കാര്യം കൊണ്ട് അമിത്ഷാ പറഞ്ഞു. RJD മേധാവി ലാലു പ്രസാദ് യാദവും സോണിയാഗാന്ധിയും ഏതാണ്ട് ഒരുപോലെയാണ്. ഈ രണ്ടുപേരും തങ്ങളുടെ മക്കളെ അധികാര കസേരയിലിരുത്താൻ കിണഞ്ഞ് ശ്രമിക്കുകയാണ്. ലാലു പ്രസാദ് യാദവിന് അധികം അത്യാഗ്രഹമൊന്നുമില്ല. ബീഹാർ മുഖ്യമന്ത്രിയെ തന്റെ മകനെ പിടിച്ചിരുത്തണം, തേജസ്വിയെ. അപ്പോൾ സോണിയാഗാന്ധിക്ക് എന്താണ്? രാഹുൽ ഗാന്ധിയെ ബീഹാറിലല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കണം. രണ്ടുപേരോടും തനിക്ക് പറയാനുള്ളത് ഒഴിവില്ല, ഈ 2 സീറ്റും ഒഴിവില്ല തൽക്കാലത്തേക്ക്, കുറെ കാലത്തേക്ക് എന്നാണ്. ഇതാണ് ഇന്ത്യ മുന്നണിയെ പരിഹസിച്ചുകൊണ്ട് അമിത്ഷാ തട്ടിവിട്ടത്. ബീഹാർ തിരഞ്ഞെടുപ്പിൽ BJP നിരവധി യുവാക്കൾക്ക് ടിക്കറ്റ് നൽകി. പക്ഷേ RJDയും കോൺഗ്രസും നൽകിയില്ല. കാരണം ഈ രണ്ടുപേരുടെയും മക്കൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കയറി പറ്റിയിട്ട് മറ്റു യുവാക്കൾക്ക് സീറ്റ് കൊടുത്താൽ മതി എന്നാണ് സോണിയാഗാന്ധിയുടെയും ലാലു പ്രസാദ് യാദവിന്റെയും നിർബന്ധ ബുദ്ധി. അത് ബീഹാറിൽ ഇത്തവണ നടക്കില്ല എന്നാണ്, ആ സീറ്റൊന്നും ഒഴിവില്ല എന്നാണ് തനിക്ക് പറയാനുള്ളത് എന്നാണ് അമിത്ഷാ പറയുന്നത്. മഹാസഖ്യത്തെ കള്ളമ്പാട് സഖ്യമെന്നാണ് അമിത്ഷാ വിശേഷിപ്പിച്ചത്. കാരണമുണ്ട്. ലാലു പ്രസാദ് യാദവ് കാലിത്തീറ്റ കുംഭകോണ കേസ്, ബിറ്റുമൻ കേസ്, ജോലിക്ക് ഭൂമി തട്ടിപ്പ് കേസ്, ഇതിലൊക്കെ പ്രതിയാണ്. കോൺഗ്രസ് ആകട്ടെ നാളിതുവരെ 12 ലക്ഷം കോടി രൂപയുടെ അഴിമതി കേസുകളിൽ പ്രതികളാണ് കോൺഗ്രസ് നേതാക്കൾ. ബീഹാറിൽ മഹാസഖ്യം അധികാരത്തിൽ വന്നാൽ കോൺഗ്രസ് RJD സഖ്യം നിരോധിത പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ ജയിലിൽ നിന്നും തുറന്നു വിടുമോ എന്നും അമിത്ഷാ ചോദിച്ചു. കാരണം ഏറെ ബുദ്ധിമുട്ടിയാണ് NDA സർക്കാർ ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരരെയൊക്കെ പിടിച്ചകത്തിട്ടത്. ഇവരെയൊക്കെ തുറന്നു വിടാമെന്ന ഒരു വാഗ്ദാനം ഇന്ത്യ സഖ്യം കോൺഗ്രസ് എല്ലാം കൊടുത്തിട്ടുണ്ടെന്നും അത് നടപ്പാക്കാൻ പോകുന്നില്ലെന്നും അമിത്ഷാ പറയുന്നുണ്ട്. ബെഗുസരായ് ജില്ലയിൽ നടന്ന മറ്റൊരു പ്രചരണത്തിൽ അമിത്ഷാ പറഞ്ഞത് രാഹുൽ ഗാന്ധി നുഴഞ്ഞു കയറ്റക്കാർക്കായുള്ള വോട്ടധികാർ യാത്ര നടത്തുന്നതെന്നാണ്. ബീഹാറിൽ നുഴഞ്ഞു കയറിയവർക്ക് വോട്ടവകാശം നൽകണം എന്നാണ് രാഹുലിന്റെ ആവശ്യം. എന്നാൽ മാത്രമേ തന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് ജയിക്കാനാകുമെന്ന് രാഹുൽ ഗാന്ധിക്ക് വ്യക്തമായി അറിയാമെന്നും അതുകൊണ്ടാണ് നുഴഞ്ഞു കയറ്റക്കാരെ രക്ഷിക്കാനുള്ള യാത്ര രാഹുൽ നടത്തിയതെന്നുമാണ് അമിത്ഷാ പറഞ്ഞത്. തേജസ്വിയും രാഹുലും ബീഹാറിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ജംഗിൾ രാജാണ്. എന്തായാലും ഈ കാട്ട്
രാജാവിന്റെ വാഴ്ച ഇത്തവണ ബീഹാറിൽ ഉണ്ടാകില്ല. ബീഹാർ കൃത്യമായും ശക്തമായൊരു സുരക്ഷിതമായൊരു സർക്കാരിന്റെ കയ്യിലാകും ഇനി അങ്ങോട്ട്. കാരണം നവംബർ 14 വോട്ടെണ്ണുമ്പോൾ അത് വ്യക്തമാകുമെന്നും അമിത്ഷാ ലാലു പ്രസാദ് യാദവിനും സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ വ്യക്തമായ മറുപടി തന്നെ നൽകിയിട്ടുമുണ്ട്. 243 നിയമസഭാ സീറ്റുള്ള ബീഹാറിൽ നവംബർ 6-നും 11-നും 2 ഘട്ടങ്ങളിലാണ് വോട്ടെടുപ്പ്. 14-ന് അറിയാം എന്താകും ഫലമെന്ന്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച